ആവശ്യം വന്നല്ല, അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ റെഡിയാണ്. നമ്മളങ്ങനെ വന്നാലും ഇപ്പൊ പെട്ടെന്ന് വന്ന പിന്നെ അവര് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 2 ആഴ്ച കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ റെഡിയാണ് ഏത് സമയത്തും ചെയ്യാൻ. നമ്മൾ ആ പ്രൊസീജിയർ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അതാണ് KPC പ്രസിഡന്റ് പറഞ്ഞത്. നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ സ്ക്രീനിങ് കമ്മിറ്റി കൂടി അത് സജസ്റ്റ് ചെയ്ത് അത് ഡോക്കറ്റ് തയ്യാറാക്കി CEC-യിലേക്ക് വെക്കണം. അപ്പൊ ഇപ്പോൾ നമ്മൾ നന്നായി ഒരു നല്ല രീതിയിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ആരെങ്കിലും ഇനിയിപ്പോൾ പെട്ടെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങളിപ്പോൾ ജാഥ കഴിഞ്ഞിട്ട് വെക്കണമെന്ന് പറയുന്ന CEC ജാഥയ്ക്ക് മുമ്പായിട്ട് വെച്ച് വേണമെങ്കിൽ അനൗൺസ് ചെയ്യാം. റെഡിയാണ് ഏത് സമയത്ത് റെഡിയാണ്. അല്ല അത് മാത്രമല്ല നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതും ബാക്കിയുള്ള ഘടകകക്ഷികൾ അവരെ തീരുമാനിക്കുമല്ലോ. അല്ല അതെല്ലാം ഓൾമോസ്റ്റ് ചർച്ചകൾ തീർന്നിരിക്കുകയാണ്. ഇനി ഒരുമിച്ച് അനൗൺസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ല ഇതിനെന്താന്നേ, അതിപ്പോ പലരും ഇപ്പൊ കോൺഗ്രസിൽ ചേർന്നിട്ടില്ലേ. എത്ര പേര് കോൺഗ്രസിൽ ചേർന്നു, ഒരുപാട് പേര് കോൺഗ്രസിൽ ചേർന്നു. ഞാനാണെങ്കിൽ ജാഥ തുടങ്ങി അന്ന് മുതൽ എല്ലാ സ്ഥലത്തും പ്രസിഡന്റ് വന്ന ദിവസവും എല്ലാ ദിവസവും മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പുതിയ ആളുകൾക്ക് ഇഷ്ടം പോലെ. ഇതുപോലെ ഒരു യാത്രയിൽ പുതിയതായിട്ട് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അത്രമാത്രം ആളുകൾ കോൺഗ്രസിലും ചേരുകയാണ്. ഈ ഐഷ പൊറ്റിയൊക്കെ വന്ന സമയത്ത് വലിയ പരിഹാസം നേതാക്കൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ അവിടുന്ന് ആളുകളാണ് BJP-യിലേക്ക് പോകുന്നത്. പോകുന്നുണ്ടെന്നേ, ആളുകൾ പോകുന്നുണ്ട്. ആളുകൾ പലരും പല പാർട്ടിയിലും പോകുന്നുണ്ട്. അത്രയുള്ളൂ. അല്ല അതൊക്കെ CEC അല്ലേ തീരുമാനിക്കണം. CEC അല്ലേ തീരുമാനിക്കണം. അത് നമ്മളിപ്പോ സ്ക്രീനിങ് കമ്മിറ്റിയിലെ ചർച്ച പുറത്തുനിന്ന് പറയാൻ പറ്റും.